നോ പറയാൻ മടിയുള്ള ആളാണോ നിങ്ങൾ? നിങ്ങൾക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനും നോ പറയാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരുപാട് ചേഞ്ച് ചെയ്തു. അത് ഞാനൊരു 3 സ്റ്റെപ്സാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആ 3 സ്റ്റെപ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ പൊളൈറ്റായിട്ട് നോ പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെ പൊളൈറ്റായിട്ട് നോ പറയാം, സെയിം നോ പൊളൈറ്റ്ലി എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓഫീസിൽ പോകേണ്ട ഒരു ഡേ ആണ്. വർക്ക് റിലേറ്റഡ് കാര്യമായിട്ട് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കോൾ വരികയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, എടാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എനിക്കിന്ന് ഓഫീസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കിന്ന് പോയേ പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് പറ്റിയില്ല. ഞാനിങ്ങനെ സ്റ്റട്ടർ ചെയ്തു, നമ്മളിങ്ങനെ വിൽക്കാൻ തുടങ്ങി, എടാ അത് അപ്പോൾ അവനിങ്ങനെ എടാ ഒന്ന് വരണം. അപ്പോൾ അവൻ പറയണ അന്ന് ശരിടാ അന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെയാണ് നമുക്ക് ടെൻഷൻ തുടങ്ങുക. കാരണം ഇത് നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ മാനേജറിനോട് പറയണം. മാനേജറിനോട് പറയുമ്പോൾ ഞാനിത് എന്ത് പറഞ്ഞിട്ട് ലീവ് എടുക്കും, എന്താണ് കാരണം പറയാം. പക്ഷെ നമ്മൾ അവനോട് എസ് പറയുകയും ചെയ്തു, നമ്മൾ വരാമെന്ന് പറഞ്ഞു, നമ്മൾ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് മാറ്റാനും മടി. കൂട്ടുകാരൻ പെട്ടിരിക്കുകയാണല്ലോ, അവനെ സഹായിക്കണ്ടേ, ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പേടിച്ച് മടി പിടിച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇങ്ങനെ മാനേജറിൻ്റെ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ നിന്നു. ഇങ്ങനെ ഞാൻ എങ്ങനെ പറയും ഇതൊന്ന്, എനിക്ക് പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. പക്ഷെ ഞാൻ മാനേജറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, ഞാൻ വരാൻ ചിലപ്പോൾ ലേറ്റ് ആകും, ചിലപ്പോൾ ഹാഫ് ഡേ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. മാനേജർ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണെന്ന് വരണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു. മാനേജർ കുറച്ചൊരു റൂഡ് പോലെ ഏകദേശമായി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഹാഫ് ഡേ എന്നാൽ ലീവ് ആക്കാം. പുള്ളി പറഞ്ഞാൽ അന്ന് ലീവ് എടുക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ഡേ ആയിരുന്നു, എനിവേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളി വിട്ടു. പക്ഷേ പുള്ളിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയെന്നുള്ളത് നമുക്ക് കോൺവെർസേഷൻ ഒന്ന് മനസ്സിലായിരുന്നു. നമ്മൾ പിന്നെ ഫ്രണ്ടിനെ ചെന്നു, പിക്ക് ചെയ്തു, അവനെ കൊണ്ടുവിട്ടു. അപ്പം അതൊരു നല്ലൊരു റിലേറ്റബിൾ എക്സാമ്പിളാണ്. നമുക്ക് നമ്മുടെ പ്രയോറിറ്റീനെ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിനെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് എസ് പറഞ്ഞ കാരണം അവരിനി എന്ത് വിചാരിക്കും എന്നുള്ള മടി കാരണം നമ്മൾ നമ്മുടെ പ്രയോറിറ്റീനെ മാറ്റിയിട്ട് ഓടിയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഒരുപാടുണ്ടായപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, പല ആളുകളും നിന്നെ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. അതായത് നമ്മുടെ നല്ല ആളുകൾ നമ്മളെ ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. നമ്മൾ ഇപ്പോൾ ആരെങ്കിലും അതായത് എമ്പതി കൂടുതലുള്ള പേഴ്സണാലിറ്റി ടൈപ്സിനോടാണ് ഞാൻ പറയുന്നത്. എന്നെ പോലെ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നോ പറയാൻ മടി പിടിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയാൻ കഴിവുള്ള ആളുകളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോയിൽ പറയുന്നത്. യു ഗൈസ് ഐ ഡോണ്ട് നോ യു ഹാവ് ദാറ്റ് മെൻറ്റാലിറ്റി. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് ആ എമ്പതി കൂടുതലുള്ള കാരണം, അവരുടെ ആ എമ്പതി ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് നോ പറയാൻ മടി വരുന്നത്. അപ്പോൾ അത് കാരണം അവർ ഇൻറ്റേർണലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയാൻ കെൽപ്പുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവരുടെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടത് ദേ മൈ നോട്ട് സേ നോ, കാരണം അവർക്ക് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. പക്ഷെ അവർ വളരെ മെൻ്റലി ഇൻസൈഡ് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് ബേർഡൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരാളാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവനോട് ഒരു ഓപ്ഷൻ പോലെ കൊടുക്കുക. ലൈക്ക് ഈസ് ഇറ്റ് ഓക്കെ, നിനക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഫീൽ കംഫർട്ടബിൾ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ പ്രയോറിറ്റീസ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം. പക്ഷെ നമുക്കത് നോ പറയാൻ പാട്. ഇതാണ് ഈ നോ പറയാൻ പാടുള്ള ആളുകളുടെ പ്രശ്നം. ഇനി പൊളൈറ്റായിട്ട് നമുക്ക് എങ്ങനെ നോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 3 ട്രിക്സാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഉള്ളത് പോസ് ലൈൻ. പോസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് വിളിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു, നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇറ്റ്സ് നോട്ട് അർജൻറ്റ് എമർജൻസി അല്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവന് അങ്ങനെ ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലേ അവൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് അവനത് മാനേജ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചാൽ അവന് വരും എന്നുള്ള ഉറപ്പുള്ള കാരണം അവൻ എന്നെ വിളിച്ചു, കാരണം അവൻ്റെ കാര്യം നടത്തിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് മടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് മീ ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അതായത് എടാ ഞാനൊന്ന് നോക്കട്ടെ, ഞാനത് നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എസ്സും പറഞ്ഞില്ല, നമ്മൾ നോയും പറഞ്ഞില്ല, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുകയാണ്. മെജോറിറ്റി ടൈം നമുക്ക് ആ ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കുറയുമ്പോഴാണ് നമ്മൾ എസ് പറയുന്നത്. കാരണം ആ കോളിനകത്ത് നിൽക്കുകയാണ്, ആ ടെൻസ്ഡ് മൊമെന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അയ്യോ നമ്മുടെ ബ്രെയിൻ ഫേവർ ചെയ്ത് ചിന്തിക്കണ കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ എസ് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പോസ് ചെയ്യുക, ഓ എടാ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനഃപൂർവ്വം കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടും, ആലോചിക്കുക, നിങ്ങളുടെ പ്രയോറിറ്റീസ് നോക്കുക, വിളിച്ച ആളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് അയാൾ വേറെ ആളെങ്കിലും അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് വേറെ സമയത്ത് ചെയ്യാൻ പറ്റുമോ. ഒരു കാര്യം ചോദിക്കണം അപ്പം തന്നെ ചെയ്യണം നിർബന്ധം ഉണ്ടാവില്ല.
വൈകുന്നേരം ആയാലും ചെയ്താലും മതിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ആയാലും ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി മനസ്സിലാക്കുക. അതിനുശേഷം തിരിച്ചു വിളിച്ചിട്ട് അളിയാ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി ആരെങ്കിലും ആവട്ടെ വിളിച്ചിട്ട് പറയാം എനിക്ക് പറ്റത്തില്ല, എനിക്കിന്ന് ഇങ്ങനെ അർജൻറ്റായിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ്, എനിക്ക് പറ്റത്തില്ല, എനിക്കിത് ഈവനിങ് ആണെങ്കിൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ പറയാം ഇവിടെ വേറെ ആരെങ്കിലും വിളിക്കാമോ, നിൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല സോറി എന്ന് പറയാം. കൃത്യമായിട്ട് നമുക്ക് റിപ്ലൈ പറയാനുള്ള ടൈം കിട്ടും. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് പോസിറ്റീവ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ട്രിക്കി വേ ഓഫ് സേയിങ് നോ ആണ്. അതായത് പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വിളിച്ചു, നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലായി ഇവൻ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പോൾ അതിപ്പോൾ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എടാ ഞാനിപ്പോൾ എക്സിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, എനിക്കിപ്പോൾ വൈ എടുക്കാൻ പറ്റത്തില്ല. എക്സും വൈയും വെച്ചിട്ടാണ് പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു സിനാരിയോ വെച്ചിട്ട് പറയാം, അളിയ ഞാൻ ഇപ്പോൾ വേറൊരു മീറ്റിങ്ങിലാണ്, എനിക്കിപ്പോൾ നിന്നെ വിളിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അളിയ ഞാനിപ്പോൾ വർക്കിൽ മാനേജർ ഇപ്പോൾ തന്നെ എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ നിന്നെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഇപ്പോൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തായി, അവൻ എന്തോ അർജൻറ്റായിട്ട് അവൻ ചെയ്യാൻ പോവാണ്, അപ്പോൾ അവൻ അതിന് ഫോക്കസ് ചെയ്യാണ്, അപ്പോൾ എന്നോടുള്ള റെസ്പോൺസ് ഡിലേ വരും എന്നുള്ളത് അവൻ്റെ ഇന്നർ മൈൻഡിൽ അത് കിട്ടും. പക്ഷെ നമ്മൾ ചിലപ്പോൾ പേർപ്പസ്ഫുള്ളി നമ്മൾ പറയുന്നതായിരിക്കാം ദിസ് ഇസ് വെരി പൊളൈറ്റ് വേ ഓഫ് സേയിങ് നോ, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ യു ഷുഡ് ഡു ദിസ്. ഇനി മൂന്നാമതായിട്ട് ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓഫർ ഓപ്ഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഓഫർ ഓപ്ഷൻ. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ചിലപ്പോൾ ഒരാൾ നമ്മൾ വിളിച്ചു, അത് അർജൻറ്റായ ഒരു കാര്യമാണ്, അർജൻറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷേ എന്നാലും അർജൻസിയുടെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് പറയാണ്, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, എടാ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റുമോ? അപ്പം നിനക്ക് ചിലപ്പോൾ പറയാം എടാ എനിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ച് വേണമെങ്കിൽ പറഞ്ഞു വിടാം. അതായത് നമുക്ക് വേറെ ആളെങ്കിലും പരിചയമുണ്ട്, അവൻ്റെ നിൽക്കുന്ന അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞു വിടാം. അല്ലെങ്കിൽ പറയുക അളിയ എനിക്കിപ്പോൾ നിന്നെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി ആരില്ല ചേട്ടാ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ ഒരു കാര്യം നിനക്ക് വേണ്ട സാധനം, അവർക്ക് എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുള്ള അവർ വിളിക്കുന്നത്, വേണ്ട സാധനത്തിൻ്റെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊരു ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നീ ഒന്ന് ട്രൈ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്മോളർ സ്കോപ്പ് കൊടുക്കുക, ഓഫർ ഓപ്ഷൻ ചെറിയൊരു സ്കോപ്പ് കൊടുക്കുക. എന്നിട്ട് നീ ഇത് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈവനിങ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈവനിങ് പോയിട്ട് നമ്മൾ അവനെ വിളിച്ചിട്ട് എടാ അത് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പം എടാ ഞാൻ അത് ചെയ്ത് കിട്ടിയില്ല, എടാ അത് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നമുക്ക് സമയം കിട്ടും. അപ്പോൾ ചെറിയൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യാൻ നോക്കുക, എന്നിട്ട് നമ്മൾ ലാർജറായിട്ട് പിന്നീട് അവരെ സഹായിക്കുക. ഇതാണ് ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്സ്. ഇത് നിങ്ങൾക്ക് നോ പറയാൻ മടിയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പൊളൈറ്റായിട്ട് നോ പറയുന്ന ഒരു ഈസി ആയിട്ടുള്ള 3 സ്റ്റെപ്സാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെയിങ് നോ പൊളൈറ്റ്ലി യു ഷുഡ് അപ്ലൈ ദിസ് 3 സിമ്പിൾ സ്റ്റെപ്സ്. പോസ്റ്റ് ലൈൻ, പിന്നീട് വിളിക്കാം, അല്ലെങ്കിൽ ഇടാളെ ഞാനിപ്പോൾ വിളിക്കാം, പോസിറ്റീവായിട്ട് നോ, അതായത് ഇപ്പം തന്നെ ഞാനൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതുകൂടെ ചെയ്യാൻ പറ്റത്തില്ല, ഓഫർ ഓപ്ഷൻ ചെറുതായിട്ട് നീ ഒന്ന് ചെയ്ത് നോക്ക്, പറ്റിയില്ല നിനക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം പിന്നീട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് കരുതുന്നു. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.